നിങ്ങളൊരു MSME സംരംഭകനാണോ? നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് അതേ താല്പര്യമുണ്ടോ? എന്നാൽ ഒരു മുതൽ മുടക്കുമില്ലാതെ, അതായത് സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റും. എങ്ങനെ? ബിസിനസ്സിനകത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. അത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ബിസിനസ്സിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യണം എന്നാണ്. അതായത് ബിസിനസ്സിനകത്ത് ക്യാഷിൻ്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കണം. അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം അതിവേഗത്തിൽ ഓർഡറുകൾ സ്വീകരിക്കുക, അതിവേഗത്തിൽ ബില്ലിംഗ് ചെയ്യുക, അതിവേഗത്തിൽ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുത്തുക എന്നതാണ്. അതായത് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ താമസിക്കരുത്. വളരെ വേഗത്തിൽ നമ്മൾ ബില്ല് ചെയ്യണം. ശേഷം എന്താണ് ചെയ്യേണ്ടത്? ബില്ല് ചെയ്ത ശേഷം ക്യാഷ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. പ്രോഡക്റ്റ് കൊടുത്തില്ലെങ്കിലും ആദ്യം നമ്മുടെ പെട്ടിക്കകത്തേക്ക് ക്യാഷ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. ക്യാഷ് വരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ക്യാഷ് ഫ്ലോ വർദ്ധിക്കും. അപ്പോൾ ക്യാഷ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിവേഗത്തിൽ ബില്ല് ചെയ്യുക, അതിവേഗത്തിൽ ക്യാഷ് വാങ്ങിക്കുക. അതായത് പല തരത്തിലാണ് ആൾക്കാർ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ മൊത്തമായിട്ട് പേയ്മെൻറ്റ് ചെയ്യും, ചില ആൾക്കാർ മുൻകൂർ പേയ്മെൻറ്റ് ചെയ്യും, ചില ആൾക്കാർ പകുതി പേയ്മെൻറ്റ് ചെയ്യും, ചില ആൾക്കാർ കടത്തിനെടുത്ത് പോകും. എന്നാൽ മുൻകൂർ പേയ്മെൻറ്റ് വാങ്ങിച്ച് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് പരമാവധി നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും നമ്മുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് അവൈലബിലിറ്റി വർദ്ധിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായി ബാക്കിയുള്ളവരോട് ഡിമാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കൃത്യമായി ബാർഗെയിനും ചെയ്യാനുള്ള വകുപ്പ്, ആ സ്ട്രെങ്ത് നമുക്കുണ്ടാകും. അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോളോഅപ്മെൻ്റ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ഒരു പൈസയും തരാതെ ക്രെഡിറ്റിന് സാധനം എടുത്തുകൊണ്ട് പോകുന്നു. അതേപോലെ തന്നെ ചില ആൾക്കാർ പകുതി ക്യാഷ് തന്നിട്ട് സാധനം എടുത്തുകൊണ്ട് പോകുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായി നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് ആ ക്യാഷ് നമ്മുടെ പെട്ടിക്കകത്തേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്കൊരു ചൂടുണ്ടാകില്ല. അതുകൊണ്ട് സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യുക, ആ ക്യാഷ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക. കാരണം ബഹുഭൂരിപക്ഷ ബിസിനസ്സുകാരും ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്രെഡിറ്റിന് സാധനം കൊടുക്കും. എന്നാൽ നമുക്ക് അസറ്റായിട്ട് അവിടെ ഉണ്ട് എന്ന ചിന്തയിലാണ്. പക്ഷേ ബിസിനസ്സിൽ ക്യാഷിൻ്റെ ഷോർട്ടേജ് നന്നായിട്ടുണ്ടാകും. ക്യാഷിൻ്റെ ഷോർട്ടേജ് നന്നായിട്ട് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആവശ്യമുള്ള സ്ഥലത്ത് പേയ്മെൻറ്റ് കിട്ടുമോ? അതൊട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യുക. ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ വന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അടുത്തതാണ് പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതായത് ഇൻവെൻട്രി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ കുറേയധികം ഡെഡ് സ്റ്റോക്ക് വരും. ഡെഡ് സ്റ്റോക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് ലൈബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ പൊടി പിടിച്ച് ഒരു മൂലയ്ക്ക് കിടക്കും, അത് പിന്നെ നാശമായി പോകും, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകും, പിന്നെ നമുക്ക് ലോസ് ആയിരിക്കും വരിക. ഇതുണ്ടാകരുത്. അതുകൊണ്ട് കൃത്യമായി ഇൻവെൻട്രി മാനേജ് ചെയ്യണം. അതുപോലെ ഡെഡ് സ്റ്റോക്കിലോട്ട് പോകുന്ന സ്റ്റോക്കൊക്കെ ആണെങ്കിൽ ഓഫറിലാണെങ്കിലും കൊടുത്ത് ഒഴിവാക്കുക. അത്രയും പേയ്മെൻറ്റ് വന്നല്ലോ. ഇനി ഇൻവെൻട്രി കൃത്യമായി മാനേജ് ചെയ്യുക. അത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ടൈമിനാണ് നമുക്ക് കൂടുതൽ സ്റ്റോക്ക് വേണ്ടത്, ഏതൊക്കെ ടൈമിനാണ് കുറച്ച് സ്റ്റോക്ക് വേണ്ടത് എന്ന ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി ഡാറ്റയെ വിശകലനം ചെയ്യണം. എന്താണ്, ആരൊക്കെ തരാനുണ്ട്, ആർക്കൊക്കെ നമ്മൾ കൊടുക്കാനുണ്ട് എന്നിവ നമുക്ക് കൃത്യമായി അറിവ് വേണം. ഈ ഡാറ്റയെ വിശകലനം ചെയ്ത് മോണിറ്ററിങ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റോക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻവെൻട്രിയെ കുറിച്ച് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യണം. ഏതൊക്കെ സമയത്താണ് കൂടുതൽ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് കുറവ് പ്രോഡക്റ്റ് പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അഥവാ നമ്മൾ ധാരാളം ക്യാഷ് കൊടുക്കാനുണ്ടായിരിക്കും, പുറത്ത് ധാരാളം ആൾക്കാർക്ക് കൊടുക്കാനുണ്ടാകും, അവരുടെ അനുമതിയോട് കൂടി തന്നെ എന്ത് ചെയ്യാം? കുറച്ച് ടൈം നമ്മൾ എടുക്കുക. അങ്ങനെ ടൈം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ആ ക്യാഷ് അവൈലബിലിറ്റി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകും. അതും പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അതായത് ആപ്പിളിനെ എടുക്കാം. ആപ്പിളിനെ എടുത്തു കഴിഞ്ഞാൽ ആപ്പിളിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്നത് സ്റ്റീവ് ജോബ്സിനെ ആയിരിക്കും. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും അറിയുന്നത് ബിൽ ഗേറ്റ്സിനെ ആയിരിക്കും. അതേപോലെ തന്നെ ആൽഫബറ്റ്, ഗൂഗിളിൻ്റെ കമ്പനി, അതിനെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബഹുഭൂരിപക്ഷ ആൾക്കാർ അറിയുന്നത് സുന്ദർ പിച്ചി ആയിരിക്കും. അവിടെയാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ എടുക്കാം. ഗോകുലത്തെക്കാളും കൂടുതൽ അറിയുന്നത് ഗോകുലം ഗോപാലേട്ടനെ ആയിരിക്കും. അതേപോലെ തന്നെ ചെമ്മണ്ണൂരിനേക്കാളും കൂടുതൽ ആൾക്കാർ അറിയുന്നത് ആരായിരിക്കും? ബോച്ചി ആയിരിക്കും. കാരണം ഇവരൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് എടുത്ത് നോക്കിയാൽ മതി. കമ്പനിയേക്കാളും കൂടുതൽ ലൈക്സും ഫോളോവേഴ്സും ഉള്ളത് ആർക്കായിരിക്കും? ഈ വ്യക്തികൾക്കായിരിക്കും. ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പ്രസക്തി. അപ്പോൾ കമ്പനി ബ്രാൻഡ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പേഴ്സണലി ബ്രാൻഡ് ചെയ്യണം. അവിടെ സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ വളരണം. അതായത് നമ്മുടെ ഓഡിയൻസ് ആരാണ്, അവരെവിടെയാണോ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ലിങ്ക്ഡിനിലാണോ, ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റാഗ്രാമിലാണോ, യൂട്യൂബിലാണോ,
എവിടെയാണ് അവിടെ ഉള്ളത്, അവിടെ നമ്മൾ കൃത്യമായി നമ്മളെ തന്നെ ബ്രാൻഡ് ചെയ്യണം. അവർക്ക് വാല്യൂ, ഓഡിയൻസിന് കൃത്യമായി വാല്യൂ കണ്ടന്റുകൾ കൊടുക്കുക, സ്ഥിരമായി കൊടുക്കുക. അത് വീഡിയോ ആയിട്ടായിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഓഡിയൻസിന് കൃത്യമായി വാല്യൂ പ്രൊവൈഡ് ചെയ്യുക, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ വേണം, ബോച്ചട്ടി ഫേസ്ബുക്ക് വഴി മാത്രമാണ് മാർക്കറ്റ് ചെയ്യുന്നത്, എന്തുമാത്രം സെയിൽസ് ആണ് നടക്കുന്നത്. ഇതേപോലെ നമ്മുടെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സോഷ്യൽ മീഡിയ പ്രസൻസ് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ വോളിയം നമുക്ക് ചെയ്യാൻ പറ്റും, അതിലൂടെ മാക്സിമം റവന്യൂ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തതായി ചെയ്യേണ്ടതാണ് ഡെലിഗേഷൻ. അതായത് ബിസിനസ്സിൽ സ്ഥിരമായി നടക്കുന്ന വർക്കുകളുണ്ട്, എന്നാൽ ഇവിടെയൊന്നും ബിസിനസ് ഓണർ അല്ലെങ്കിൽ സിഇഒ അല്ലെങ്കിൽ അതിൻ്റെ ഓണ്ടർപ്രണറായി നിൽക്കുന്ന വ്യക്തിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആവശ്യമില്ലാത്ത ഏരിയകളുണ്ട്. മാർക്കറ്റിംഗ് ആവാം, സെയിൽസ് ആവാം, അക്കൗണ്ടിങ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബിസിനസ് ഓണറുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അവിടെ ആവശ്യമില്ല. അത് സ്വാഭാവികമായി നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ്. കാരണം അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, അത് ഫോളോ ചെയ്ത് ആൾക്കാർ ഓട്ടോമാറ്റിക്കായി പോയിക്കോളും. എന്നാൽ ബിസിനസ് ഓണർ എന്നുള്ള വ്യക്തി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് ഗ്രോത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ബിസിനസ് ഓണറായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെയാണ് നമ്മുടെ ആവശ്യമുള്ളത്. അപ്പോൾ നോർമലി ഉള്ള വർക്കുകളിൽ സമയം ചെലവഴിക്കരുത്. അതിന് പകരം ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയകളിൽ ഫോക്കസ് ചെയ്യുക, ആ ഏരിയ പഠിക്കുക, അവിടെ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക. അല്ലാതെ നോർമലി നടക്കുന്ന വർക്കുകൾ ചെയ്ത് സമയം കളയരുത്. അങ്ങനെ സമയം കളഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ, ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അടുത്തതാണ് വെണ്ടർ മാനേജ്മെന്റ്. വെണ്ടറുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നിലനിർത്തണം. അതായത് അവരുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ മാർക്കറ്റിൽ ആ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട പ്രൈസിങ് നമ്മൾ അറിയണം. അതേപോലെ തന്നെ വെണ്ടറുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, അവരുമായിട്ട് കൃത്യമായി നെഗോഷിയേറ്റ് ചെയ്യണം, മാക്സിമം നല്ല ഡീലിൽ തന്നെ പ്രോഡക്റ്റ് നമ്മൾ സോഴ്സ് ചെയ്യുകയും വേണം, അതിന് കൃത്യമായി പേയ്മെന്റ് കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ കൃത്യമായി കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ നല്ല പ്രൈസിന്, നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് അവർ നമുക്ക് നൽകുകയും ചെയ്യും. അടുത്തതാണ് റിവാർഡ്. ഈ റിവാർഡ് നമ്മൾ സെയിൽസ് സ്റ്റാഫിന് മാത്രമല്ല കസ്റ്റമേഴ്സിനും കൊടുക്കണം. സെയിൽസ് സ്റ്റാഫ് നമ്മുടെ കമ്പനിയിലോട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം സെയിൽസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാഫിന് റിവാർഡുകൾ കൊടുക്കണം. അതായത് സാലറിയോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ്, അതേപോലെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിലേക്ക് പുതിയൊരു ഊർജ്ജം വരികയും അവർ മികച്ച തരത്തിൽ നമ്മുടെ കമ്പനിയോട് ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യും, കൂടുതൽ സെയിൽസ് നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അല്ലാതെ റിവാർഡൊന്നും കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ അവർ മാക്സിമം കമ്മിറ്റ്മെന്റ് കൂറും നമ്മളോട് കാണിക്കത്തില്ല. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അത് നമ്മുടെ കമ്പനിയെ കൂപ്പുകുത്തിക്കും. അപ്പോൾ മാക്സിമം മികച്ച റിവാർഡുകൾ കൊടുത്ത് അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അതായത് ഓണ്ടർപ്രണറുടെ. അത് നമ്മൾ കൃത്യമായി തന്നെ ചെയ്യുക. അതേപോലെ തന്നെ കസ്റ്റമേഴ്സും കൊടുക്കണം. എന്തുകൊണ്ട്, കസ്റ്റമേഴ്സ് നമുക്ക് ധാരാളം റെഫറൻസ് തരും. ഈ റെഫറൻസ് തരുന്ന കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കണം. എന്തായിട്ട്, ഡിസ്കൗണ്ട്, ലോയൽറ്റി, ക്യാഷ് ബാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടുതൽ റെഫറുകൾ തരാൻ ഉത്സാഹിക്കും. അത് നമുക്ക് ബിസിനസ്സിൽ ഗ്രോത്തിലോട്ട് എത്തിക്കും, കൂടുതൽ സെയിൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ അത് നമ്മളെ സഹായിക്കും. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ പറ്റും, സീറോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.